ബാംഗ്ലൂരിൽ നിന്നുള്ള റിപ്പോർട്ടില്ലേ, ഫോൺ ഉപയോഗത്തെ തുടർന്ന് വീട്ടുകാരെതിർത്ത 10ാം ക്ലാസ്സുകാർ 20ാമത്തെ നിലയിൽ ചാടി മരിച്ചു എന്ന വാർത്ത അത്യന്തം ഖേദകരവും നമ്മൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു തലമുറയാണ് അഡ്രസ്സ് ചെയ്യുന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ട ഉദാഹരണമാണിത്. അതായത് നിങ്ങൾ എപ്പോഴും കുട്ടികളെ വഴക്ക് പറയുമ്പോൾ, പഴയ കാലമല്ല, പണ്ട് കാലത്തൊക്കെ കുട്ടികളെ തല്ലിയാലും അടിച്ചാലും മർദ്ദിച്ചാലും ഒന്നും കുട്ടികൾക്കത് സന്തോഷമേ ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, കുട്ടികൾക്ക് പ്രതികാര വാഞ്ചയുണ്ടാകും. മാത്രമല്ല, ഒരു കുട്ടിയെ ശ്രദ്ധിക്കുമ്പോൾ ആ കുട്ടി മൊബൈൽ ഫോണിനുമൊക്കെ അഡിക്റ്റ് ആണെങ്കിൽ ആ കുട്ടിയെ പെട്ടെന്ന് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ ഈ കുട്ടികൾ റിയാക്ട് ചെയ്യും. ചിലപ്പോൾ ആ റിയാക്ഷൻ നമുക്ക് താങ്ങാൻ പറ്റുന്നതാകില്ല. വളരെ സെൻസിറ്റീവായ ഒരു ജനറേഷനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എന്ന ധാരണ എപ്പോഴും മുതിർന്നവർക്ക് വേണം. അപ്പോൾ കർണാടകത്തിലെ കാടുകൂടിലെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന മധ്യപ്രദേശ് സ്വദേശികളുടെ മകൾ അവന്തികയാണ് ഇങ്ങനെ 20ാം നിലയിൽ നിന്ന് ചാടി മരിച്ചത്. ഫോൺ ഉപയോഗം എതിർത്തു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ മരണം ഉണ്ടായത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്. ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ. SK, ഇന്ന് രാവിലെയാണ് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവം ഉണ്ടായത്. പരീക്ഷ അടുത്തതിനാൽ ഈ കുട്ടിക്ക്, ഈ 10ാം ക്ലാസ്സുകാരിക്ക് ഫോൺ നൽകാൻ കഴിയില്ലെന്ന് രക്ഷിതാക്കൾ പറഞ്ഞിരുന്നു. അതിനുശേഷം വീണ്ടും ഈ ഗെയിം കളിക്കുന്നതിനൊക്കെയായി ആ ഫോൺ എടുത്തപ്പോൾ അമ്മ വഴക്ക് പറയുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള അവന്തിക അവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ 20ാം നിലയിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. വളരെ ഖേദകരമായിട്ടുള്ള സംഭവമാണ്. അവർ മധ്യപ്രദേശ് സ്വദേശികളായിട്ടുള്ളവരുടെ മകളാണ്. ഈ പരീക്ഷ അടുത്തതിനാലാണ് ഈ ഫോൺ നൽകാത്തത് എന്നതാണ് രക്ഷിതാക്കൾ. അങ്ങനെ നൽകില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ഗെയിം കളിക്കുന്നതിന് വേണ്ടി വീണ്ടും എടുത്തപ്പോഴാണ് വഴക്ക് പറയുകയും ചെയ്തത്. വൈറ്റ് ഫീൽഡിലെ ഒരു സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവന്തിക എന്നാണ് പേര്. ഇപ്പോൾ SK സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരം പരീക്ഷാകാലമാണ്. സ്വാഭാവികമായും ഈ ഫോൺ ഉപയോഗത്തിനൊക്കെ രക്ഷിതാക്കൾ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. പക്ഷേ അവരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ വഴക്ക് പറയുന്നതിലൊക്കെ കടക്കാതെ അവരെ ബോധ്യപ്പെടുത്തുക എന്ന് തന്നെയാണ് അതിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലെങ്കിൽ കുട്ടികൾ ഇത്തരത്തിൽ മനോവിഷമത്തെ തുടർന്ന് ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിലേക്ക് പോകും എന്ന ഒരു സൂചന കൂടിയാണ് ഈ ബംഗളൂരിലെ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പാണ് വിവരങ്ങൾ നൽകിയത്.